നമസ്കാരം പ്രിയമുള്ളവരെ, 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേന്ദ്രത്തിൽ BJP മുന്നണി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുന്നുവെങ്കിലും കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയും അപ്രതീക്ഷിതമായ നേട്ടമാണ് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയത്. അതുകൊണ്ട് തന്നെ BJP മുന്നണിയും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള സീറ്റ് അന്തരം വളരെ കുറവായിരുന്നു. ഇന്ത്യയിലെ രാഷ്ട്രീയ നിരൂപകരൊക്കെ മൂന്നാമതും അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി സർക്കാർ 6-7 മാസത്തിനപ്പുറം തികയ്ക്കും എന്ന് കരുതിയില്ല. അതിനപ്പുറം കേന്ദ്രത്തിൽ ഒരു ഭരണമാറ്റം, ഒരു ഭരണ അട്ടിമറി ഉണ്ടാകും. BJPയെ പിന്തുണയ്ക്കുന്ന ചെറിയ കക്ഷികളും പ്രാദേശിക കക്ഷികളുമൊക്കെ BJPയിൽ നിന്ന് മാറി കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരും എന്ന ഒരു വിശദീകരണവും വിശകലനവും ആ സമയത്ത് നടത്തപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും അതിനുള്ള കാരണം ഹരിയാനയിലും ബീഹാറിലും മഹാരാഷ്ട്രയിലുമൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്, നിയമസഭാ തിരഞ്ഞെടുപ്പ്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമൊക്കെ കോൺഗ്രസിൻ്റെ ലോക്സഭാ പ്രകടനം മികച്ചതായിരുന്നു. ആ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തും എന്ന് കരുതിയിരുന്നു. ബീഹാറിൽ നിതീഷ് കുമാറിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെയും ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താക്കുന്ന പ്രകടനമാണ് പിന്നീട് കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. BJP ഹോംവർക്ക് ചെയ്ത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണോ കോൺഗ്രസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേട്ടങ്ങളുണ്ടാക്കിയത് ആ സംസ്ഥാനങ്ങളിലൊക്കെയും ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ തകർത്തുകൊണ്ട് BJPയും BJP നേതൃത്വം നൽകുന്ന മുന്നണിയും, പ്രത്യേകിച്ചും അതിന് ഇപ്പോൾ നേതൃത്വം നൽകുന്ന അമിത്ഷായും ഒക്കെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് 3 വർഷങ്ങളാണ് അവശേഷിക്കുന്നത്. ഇങ്ങനെ ഒരു രീതിയിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നാലാമതൊരിക്കൽ കൂടി കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശദീകരണവും വിശകലനവും ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും BJP ഇപ്പോൾ നയിക്കുന്ന രാഷ്ട്രീയ ചാണക്യനായ അമിത്ഷാ, അദ്ദേഹം മിക്കപ്പോഴും പ്രാദേശികമായി തന്നെ പഠിച്ചുകൊണ്ട് കോൺഗ്രസ് കൂടുതൽ സീറ്റ് നേടുവാൻ കഴിയുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെയും അതിൻ്റെ ഘടകകക്ഷികളെയും തകർക്കുവാനുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. രാഹുൽ ഗാന്ധി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ മതേതര മനസ്സ് അദ്ദേഹം വിജയിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഹാർഡ് വർക്കിനേക്കാൾ സ്മാർട്ട് വർക്ക് ചെയ്യേണ്ട സമയമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് എന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പ്രത്യേകിച്ചും പ്രായോഗിക രാഷ്ട്രീയത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി യാത്രകൾ നടത്തുന്നതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് പ്രാദേശികമായി പറ്റുന്ന ഘടകകക്ഷികളെയൊക്കെയും കോൺഗ്രസ്സിലെത്തിക്കാനും, അല്ലെങ്കിൽ അങ്ങനെ സാധിക്കാൽ മുഴുവനായി ആ കക്ഷികളെ പാർട്ടിയിൽ മുന്നണിയിലെത്തിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ പിളർത്തിയെങ്കിലും കോൺഗ്രസ്സിൽ എത്തിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ്സിന് ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തേക്ക് ഇരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. നമ്മൾ കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ, ലോക്സഭാ സീറ്റുകൾ നേടിയ സംസ്ഥാനങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത് UPയിലാണ്, ഏകദേശം 43-ൽ പരം സീറ്റുകൾ. അവിടെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ലെങ്കിലും മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിയുടെ പ്രകടനം നിയമസഭാ ഇലക്ഷനിൽ വളരെ മോശമായിരുന്നു. പ്രത്യേകിച്ച് അവിടെ ഇപ്പോൾ ശരത് പവാർ നേതൃത്വം നൽകുന്ന NCP മറ്റു വിഭാഗവുമായി, അതായത് NDAയുടെ ഒപ്പമുള്ള വിഭാഗവുമായി ലയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. ഒരുപക്ഷെ ശരത് പവാർ ഇന്ത്യ മുന്നണി വിട്ട് NDAയ്ക്കൊപ്പമുള്ള NCP ലയിച്ച് BJP മുന്നണിയിലെത്തുവാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ അടുത്ത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പ്രകടനം വളരെ മോശമായിരിക്കും. ഇപ്പോൾ 14 സീറ്റോ മറ്റോ ഉണ്ട്. സീറ്റ് ഒറ്റയക്കത്തിലേക്ക് ഒതുക്കപ്പെടും എന്നതാണ് യാഥാർത്ഥ്യം. ഇനി മറ്റൊരു സംസ്ഥാനമായ തമിഴ്നാട്ടിൽ വരികയാണെങ്കിൽ ആകെയുള്ള 39 ലോക്സഭാ സീറ്റുകൾ 39ഉം അവിടെ ഇന്ത്യ മുന്നണിയാണ് നേടിയത്. DMKയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി വലിയ പ്രകടനമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ നേടിയത്. പക്ഷേ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ അവിടെ ഇപ്പോൾ DMK ഇന്ത്യ മുന്നണിക്ക് പുറത്താണ്. കോൺഗ്രസ് തമിഴ്നാട്ടിലെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് ഒപ്പം TVKയിലെയാണ് ഉള്ളത് എന്ന ഒരു പ്രത്യേകതയുണ്ട്. എന്തായാലും 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ TVKയും കോൺഗ്രസും BJPയും AIADMKയും ഒക്കെ തമ്മിലുള്ള കൂട്ടപ്പൊരിച്ചിലിൽ ഇപ്പോൾ ഉള്ള ഇന്ത്യ മുന്നണി, അതായത് TVK കോൺഗ്രസ് സഖ്യത്തിന് തമിഴ്നാട്ടിൽ എത്ര സീറ്റുകൾ നേടുവാൻ പറ്റും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും DMK ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലില്ല. DMKയ്ക്കും അവിടെ ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുണ്ട്, AIADMKയ്ക്കുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ 39-ൽ 39 സീറ്റ് എന്ന ഒരു പഴയ നിലയിലേക്ക് അവിടെ ഇന്ത്യ മുന്നണി പോകുവാൻ സാധ്യതയില്ല. അവിടെയും ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി നമ്മൾ പശ്ചിമ ബംഗാളിൻ്റെ കാര്യത്തിൽ പോവുകയാണെങ്കിൽ പശ്ചിമ ബംഗാളിൽ രാഷ്ട്രീയ ചിത്രം ആകെ മാറുകയാണ്. പ്രത്യേകിച്ചും സംസ്ഥാന ഭരണം ഉള്ളതുകൊണ്ടാണ് അവിടെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഗുണ്ടായുസവും മറ്റുമൊക്കെ വെച്ച് അവിടെ
മികച്ച പ്രകടനം മമതാ ബാനർജി കാഴ്ചവെച്ചത് ഇപ്പോൾ പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് നേതാക്കന്മാർക്കോ മമതാ ബാനർജിക്കോ ഒന്നും വഴിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ ഗുണ്ടായുസവും മറ്റുമൊക്കെ വെച്ച് BJP വലിയ രീതിയിൽ സീറ്റുകൾ പിടിച്ചേക്കാം. ഒരുപക്ഷെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് അസ്തമിച്ചു പോകുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാകുക എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് പശ്ചിമ ബംഗാളിലും ഇന്ത്യ മുന്നണി 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തകർന്നടിയാനുള്ള സാധ്യതകളാണ് വരുന്നത്. ഇനി മറ്റൊരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 12 സീറ്റോളം UDF നേടി കോൺഗ്രസ് നേതൃത്വത്തിൽ നൽകുന്ന, പക്ഷേ ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് ആണ് ഭരണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസും UDFും കേരളത്തിൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ മികച്ച പ്രകടനം ഉണ്ടാക്കുവാൻ സാധ്യതയില്ല. ഝാർഖണ്ഡ് മുക്തി മോർച്ച ഇന്ത്യ മുന്നണിക്ക് അകത്താണോ പുറത്താണോ എന്ന് വ്യക്തമല്ല. അവർ ഒരുപക്ഷെ ഇന്ത്യ മുന്നണി വിട്ടേക്കാം എന്ന കാര്യം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഝാർഖണ്ഡിലും ഇന്ത്യ മുന്നണിയുടെ നില പരിങ്ങലിലാകും. CPMൻ്റെ കാര്യം പറയുകയാണെങ്കിൽ CPM ഇപ്പോൾ ഇന്ത്യ മുന്നണി വിടുന്നു എന്ന രീതിയിൽ കത്ത് നടത്തി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. കാരണം രാഹുൽ ഗാന്ധി പിണറായി വിജയനെ വിമർശനത്തിൻ്റെ പേരിൽ CPMനെ സംബന്ധിച്ച് അവർ ഇന്ത്യ മുന്നണിക്ക് അകത്താണോ പുറത്താണോ എന്ന് പറയുവാൻ സാധ്യമല്ല. ഇന്ത്യ മുന്നണിയിൽ CPM നിൽക്കുന്നത് കൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും പ്രത്യേകിച്ച് നേട്ടമുണ്ടതായി തോന്നുന്നില്ല. കാരണം CPMും കോൺഗ്രസും രണ്ട് പാർട്ടികളുമുള്ളത് കേരളത്തിൽ മാത്രമാണ്. അവിടെ രണ്ടുപേരും നേർക്കുനേർക്കാണ് പോരാട്ടം. പക്ഷേ CPMന് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് നേട്ടമുണ്ട്. രാജസ്ഥാനിലെ ഒരു സീറ്റ് കോൺഗ്രസ് CPMന് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് അവർക്കൊരു MBA ഉണ്ടാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ കോൺഗ്രസ് കുറച്ചുകൂടി സ്മാർട്ട് വർക്ക് ചെയ്തില്ല എങ്കിൽ ഒരു പക്ഷേ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുടെ നില ഇപ്പോൾ 2024 ഉണ്ടായിരുന്നതിനേക്കാളും സീറ്റ് വിഹിതത്തിൽ താഴോട്ട് പോകും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. തമിഴ്നാട്ടിലാണെങ്കിൽ BJP വളരെ കണ്ണിങ്ങായിട്ട് തന്ത്രപൂർവ്വമായിട്ട് അവിടെ രാഷ്ട്രീയ നീക്കം നടത്തുന്നുണ്ട്. അണ്ണാമലൈ അദ്ദേഹം BJP വിടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് BJPയുമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പിൻ്റെ ഫലമായിട്ടാണ് എന്ന് വ്യക്തമാകുകയാണ്. അണ്ണാമലൈ അമിത്ഷായുടെയൊക്കെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് BJP വിടുന്നത്. തമിഴ്നാടിനെ സംബന്ധിച്ച് 90% ഹിന്ദുമത വിശ്വാസികളുള്ള തമിഴ്നാട്ടിൽ BJPക്ക് വളരാൻ കഴിയാത്തത് അവർ ദ്രാവിഡ രാഷ്ട്രീയ സ്വത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ തീവ്ര ഹൈന്ദവത പറയുന്ന BJP വിട്ട് ഒരുപക്ഷെ അണ്ണാമലൈ ഒരു ദ്രാവിഡ തനിമയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചേക്കാം. ഒരുപക്ഷെ രജനീകാന്തും അദ്ദേഹത്തോടൊപ്പം ചേർന്നേക്കാം. അത് കാലക്രമേണ BJPയുമായിട്ട് രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയേക്കാം. അങ്ങനെ BJP തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നിലപാടിലേക്കാണ് ഈ അണ്ണാമലൈ മുൻനിർത്തിയിട്ടുള്ള രാഷ്ട്രീയ ഗെയിമിൽ അമിത്ഷാ ഉദ്ദേശിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വീക്ഷണം. തമിഴ്നാട്ടിനെ സംബന്ധിച്ച് കോൺഗ്രസ് അവിടെ നേരത്തെ തമിഴ്നാട്ടിൻ്റെ രാഷ്ട്രീയ സാഹചര്യം, രാഷ്ട്രീയ കാറ്റ് മനസ്സിലാക്കി TVKയുമായി ചേരുന്നതിൽ പരാജയപ്പെട്ടു എന്ന് വിലയിരുത്താം. കാരണം ഒരുപക്ഷെ TVKയുമായി ചേർന്നിരുന്നുവെങ്കിൽ TVK 65-ൽ പരം സീറ്റുകൾ നിയമസഭയിൽ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു. സത്യത്തിൽ ഈ DMKയും സ്റ്റാലിനും ഒക്കെ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയും ഒക്കെ പുകഴ്ത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ സഹോദരൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസിന് DMK തമിഴ്നാട്ടിൽ അർഹിക്കുന്ന പ്രാതിനിധ്യം നൽകിയിട്ടില്ല. പതിറ്റാണ്ടുകളായി കോൺഗ്രസ്സിന് മന്ത്രിമാരില്ല തമിഴ്നാട്ടിൽ. ഇപ്പോഴാണ് TVK മന്ത്രിസഭയിൽ 2 മന്ത്രിമാരുണ്ടാകുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ ഭാഗമായി കേന്ദ്രത്തിൽ DMKക്ക് ഉണ്ടായിട്ടുണ്ട്. 1ാം UPA സർക്കാരിലും 2ാം UPA സർക്കാരിലും DMKക്ക് മന്ത്രിമാരുണ്ടായിരുന്നു. 2ാം UPA സർക്കാരിൽ DMK മന്ത്രിമാർ നടത്തിയ അഴിമതിയുടെ ഫലമായിട്ടാണ് കോൺഗ്രസിൻ്റെ ഇത്രയും വലിയ രാഷ്ട്രീയ അധപ്പതനം ഉണ്ടായത് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മളിനി മമതാ ബാനർജിയിലേക്ക് തന്നെ വരികയാണെങ്കിൽ മമതാ ബാനർജി രാഷ്ട്രീയ ദുരിതാവസ്ഥയിലാണ് എന്ന് പറയാം. മമതാ ബാനർജിയുടെ നേതാക്കന്മാരെയൊക്കെ തെരുവിൽ BJPക്കാർ തല്ലുകയാണ്. മമതാ ബാനർജിക്ക് പഴയ ഒരു അഹങ്കാരവും അഹന്തയും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ തല്ലുകൊള്ളുന്ന തൃണമൂൽ നേതാക്കന്മാർക്കൊക്കെയും കോൺഗ്രസ് ഭരിക്കുന്ന ഹൈദരാബാദിൽ ചികിത്സ ഒരുക്കാമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. എന്തായാലും മമതാ ബാനർജി കോൺഗ്രസ് നേതൃത്വവുമായി രമ്യതയിൽ പോവുകയാണ്. എന്തായാലും നിലവിൽ ഇന്ത്യ മുന്നണിയെ നയിക്കണം എന്നുള്ള കോൺഗ്രസിൻ്റെ ആവശ്യം മമതാ ബാനർജി എതിർക്കുവാൻ സാധ്യതയില്ല. ഒരുപക്ഷെ മമതാ ബാനർജി തിരിച്ച് കോൺഗ്രസിലേക്ക് എത്തുവാനുള്ള സാധ്യതകളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. തൽക്കാലം ഈ വീഡിയോ വിടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.